വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 4ാം ക്ലാസ്സിലെ വേക്കപ്പ് എന്ന പോയമാണ്. നമുക്ക് നമ്മുടെ ആ പോയത്തിലേക്കൊന്ന് പോയാലോ? നമ്മുടെ പോയം എത്തിപ്പോയി കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. വേക്കപ്പ് വേക്കപ്പ്, ഇറ്റ്സ് എ ലവ്ലി ഡേ, ഓ പ്ലീസ് ഗെറ്റ് അപ്പ് and come and play. The birds are singing in the trees, and you can hear the buzzing bees. Wake up, it's a lovely day. Oh, please get up and come and play. The birds are singing in the trees, and you can hear the buzzing bees. നമുക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കണ്ടേ? വേക്കപ്പ് മീൻസ് ഉണരുക. രാവിലെ ഉണരണ്ടേ, അതിനാ വേക്കപ്പ് എന്ന് പറയുന്നത്. ഉണരുക, വേക്കപ്പ്, ഉണരുക. ഇറ്റ് ഈസ് എ ലവ്ലി ഡേ. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസമാണ്, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. എങ്ങനെയുള്ള ദിവസമാണ്? വളരെ സുന്ദരമായ ദിവസമാണ്, വളരെ ആനന്ദകരമായ ദിവസമാണ്. ഓ പ്ലീസ് ഗെറ്റ് അപ്പ് മീൻസ് ദയവായി ഉണരുക. ഗെറ്റപ്പ് മീൻസ് ഉണരുക എന്നാണ്. ഓ പ്ലീസ് ഗെറ്റപ്പ് ആൻഡ് കം ആൻഡ് പ്ലേ, വന്ന് കളിച്ചാലും എന്നാ. ദ ബേർഡ്സ് ആർ സിംഗിങ് ഇൻ ദ ട്രീസ്, പക്ഷികളൊക്കെ മരങ്ങളിൽ നിന്ന് പാട്ട് പാടുന്നുണ്ട്. ആൻഡ് യു ക്യാൻ ഹിയർ ദ ബസ്സിങ് ബീസ്, നിങ്ങൾക്ക് തേനീച്ചകളുടെ മുരൾച്ച കേൾക്കാം. നിങ്ങൾക്ക് എന്ത് കേൾക്കാം? തേനീച്ചകളുടെ മുരൾച്ച കേൾക്കാം. തേനീച്ച ഇങ്ങനെ മൂളിക്കൊണ്ട പറക്കുന്നത്, അതിൻ്റെ ആ മുരൾച്ച കേൾക്കാം എന്നാ പറയുക. Wake up, it's a lovely day. Oh, please get up and come and play. It is much too late to lie in bed, so hurry up, you sleepy head. Wake up, നിങ്ങൾ ഉണർന്നാലും ഇറ്റ്സ് എ ലവ്ലി ഡേ. ഇതൊരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. ഇത് സുന്ദരമായ ദിവസമാണ്, ഇത് ആനന്ദകരമായ ദിവസമാണ്. അതുകൊണ്ട് പോയിട്ട് പറയണേ, കം ആൻഡ് പ്ലേ, വന്ന് കളിച്ചാലും. ഇറ്റ് ഈസ് മച്ച് ടു ലേറ്റ് ടു ലൈ ഇൻ ദ ബെഡ്, ഇപ്പോൾ ഉറങ്ങേണ്ട സമയമെല്ലാം കഴിഞ്ഞുപോയി. ഇറ്റ് ഈസ് ടു ലേറ്റ് ടു ലൈ ഇൻ ബെഡ്, ഇപ്പോൾ കിടക്കയിൽ കിടക്കേണ്ട സമയമല്ല. സോ ഹറിയം, അതുകൊണ്ട് വേഗം വാ. യു സ്ലീപ്പി ഹെഡ്, നീ വളരെ സ്ലീപ്പി ഹെഡാണ്, ഉറക്കം തൂങ്ങാകാതെ വരാനാണ് പറയുന്നത്. സോ ഹറിയപ്പ് യു സ്ലീപ്പി ഹെഡ്, അതുകൊണ്ട് ഉറക്കം തൂങ്ങിയായ നീ എഴുന്നേറ്റ് വരൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഹറിയപ്പ് യു സ്ലീപ്പി ഹെഡ്. വാഷ് ആൻഡ് ഡ്രസ്, കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ ധരിക്കൂ. ആൻഡ് കം ഓൺ ഔട്ട്, എന്ന് പുറത്തേക്ക് വരൂ. എവരിവൺ ഈസ് അപ്പ് ആൻഡ് അബൌട്ട്. ദി കൗ, ദ ഹോഴ്സസ്, ദ ഡക്സ് ആൻഡ് ദ ഷീപ്പ്. ആരൊക്കെ വന്നിരിക്കുന്നത്? ദ കൗ, പശു വന്നിട്ടുണ്ട്. ദ ഹോഴ്സസ്, കുതിരകൾ വന്നിട്ടുണ്ട്. ദ ഡക്സ്, താറാവുകൾ വന്നിട്ടുണ്ട്. ആൻഡ് ദ ഷീപ്പ്, ചെമ്മരിയാടും വന്നിട്ടുണ്ട്. ദ ടൈനിയസ്റ്റ് ചിക്കൻ, ചീപ്പ്, ഏറ്റവും കുഞ്ഞായിരിക്കുന്ന, ഏറ്റവും ചെറുതായിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ വരെ വന്നിട്ടുണ്ട് അല്ലേ. ദ ടൈനിയസ്റ്റ് ചിക്കൻ, ചീപ്പ്, കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾ ചീപ്പ് എന്ന് വിളിക്കുന്നുണ്ട്. വേക്കപ്പ്, ഉണരുക. കിടക്കയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരാനായിട്ടേ പോയറ്റ് പറയുകയാണ് കേട്ടോ. ആരാ ഇത് എഴുതിയ? പോയറ്റ് ആരാ? സി ഫ്ലച്ചറാണ് ഇത് എഴുതിയത് കേട്ടോ. ആ പേര് ഓർത്തിരിക്കണം. ഈ പോയം എഴുതിയത് സി ഫ്ലച്ചറാണ്. പിന്നെ ന്യൂ വേർഡ്സ് പറയുന്നുണ്ട്. ലവ്ലി, എന്താ ഈ ലവ്ലി എന്ന് പറഞ്ഞാൽ? നല്ല സുന്ദരമായ, ആനന്ദകരമായ എന്നൊക്കെ അർത്ഥം. ലവ്ലി എന്ന് പറഞ്ഞാൽ സുന്ദരമായ, ആനന്ദകരമായ കേട്ടോ. ബസ്സിങ് എന്ന് പറഞ്ഞാലോ? ബസ്സിങ് മീൻസ് മുരൾച്ചയാണ്. ബസ്സിങ് എന്ന് പറഞ്ഞാൽ മുരൾച്ചയാണ്. തേനീച്ചയൊക്കെ പറക്കുമ്പോൾ മുരൾച്ചയില്ല, അതാ. സ്ലീപ്പി ഹെഡ്, ഉറക്കം വിട്ടുമാറാതെ നടക്കുന്ന ആളാണ്, ഉറക്കം തൂങ്ങി. ടൈനിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്. മനസ്സിലായോ? നമുക്കടുത്ത പേജിലേക്ക് പോകാം. എന്താ എഴുതിയിരിക്കുന്നത്? റീഡിങ് ഈസ് ഫൺ. അത് ശരിയാ, റീഡിങ് എന്ന് പറഞ്ഞ രസമുള്ള കാര്യം കേട്ടോ. വാട്ട് ഡു യു തിങ്ക് ബേർഡ്സ് സേ ടു ഈച്ച് അതർ ഇൻ ദ മോർണിംഗ്. അത് ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. വാട്ട് ഡു യു തിങ്ക് ബേർഡ്സ് സേ ടു ഈച്ച് അതർ ഇൻ ദ മോർണിംഗ്. അതിനെങ്ങനെ ഉത്തരം പറയണ്ടേ? I think the birds are saying good morning to each other
ബേർഡ്സ് ആർ സെയിങ് ഗുഡ് മോർണിംഗ് ടു ഈച്ച് അതർ ഇൻ ദ മോർണിംഗ് എഴുതിക്കണം കേട്ടോ. ബേർഡ്സ് ആർ സെയിങ് ഗുഡ് മോർണിംഗ് ടു ഈച്ച് അതർ. ദേ ആർ സെയിങ് ഗുഡ് മോർണിംഗ് ടു ഈച്ച് അതർ ഇൻ ദ മോർണിംഗ്. കടലാസ് നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. അടുത്ത രണ്ടാമത്തെ ഹു ആർ ഓൾറെഡി എവേക്ക്. ഉത്തരം ഇതാണ്. ഏതാണ്? ബേർഡ്സ് ആൻഡ് ബീസ് ആർ എവേക്ക്. അതാ ബേർഡ്സ് ആൻഡ് ബീസ് ആർ ഓൾറെഡി എവേക്ക്. മനസ്സിലായോ? അതിൻ്റെ ഉത്തരം അതാ, ബേർഡ്സ് ആൻഡ് ബീസ് ആർ ഓൾറെഡി എവേക്ക്. അടുത്ത ചോദ്യം വായിക്കാമേ. വിച്ച് ക്രീച്ചേഴ്സ് വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ബിഫോർ ദ ചൈൽഡ് ഡസ്. കുട്ടി ഉണരുന്നതിന് മുമ്പേ ആരൊക്കെയാണ് ഉണർന്നു വന്നത്? നോക്കാം. ഉത്തരം ഇതാണ്. ദ കൗ, കോമായിട്ട് ഹോഴ്സസ്, ഡക്ക്, ഷീപ്പ് ആൻഡ് ചിക്കൻസ്. ഒന്നുകൂടെ പറയാം. ദ കൗ, ഹോഴ്സസ്, ഡക്സ്, ഷീപ്പ് ആൻഡ് ചിക്കൻസ്. ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. പശു ഉണ്ടെന്നു, കുതിര ഉണ്ടെന്നു, താറാവുകളുണ്ടെന്നു, ചെമ്മരിയാടുണ്ടെന്നു, ആൻഡ് ചിക്കൻസ്, കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ടെന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കാം. ലെറ്റ് us ലിസൺ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എന്താണ് പറയുന്നത്? ബോയ് ആൻഡ് ബി. രണ്ടും ബി എന്ന അക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നതല്ലേ? ബി എന്ന സൗണ്ട് ഉപയോഗിച്ചാൽ തുടങ്ങുന്നത്. ലിസൺ ടു ദി സൗണ്ട് ഇൻ ബിഗ്, ബബിൾസ്, ബിൻ, ബാഗ്, ബ്ലൂ, പിന്നെയോ ബ്ലോ ആൻഡ് ബ്ലാക്ക്. ഈ പറഞ്ഞ വാക്കുകളെല്ലാം ബി കൊണ്ടാണ് തുടങ്ങുന്നത്. ബിഗ്, ബബിൾസ്, ബിൻ, ബാഗ്, ബ്ലൂ, ബ്ലോ ആൻഡ് ബ്ലാക്ക്. ഇതെല്ലാം ബി എന്ന സൗണ്ട് കൊണ്ടാണ് തുടങ്ങുന്നത്. ബ എന്ന സൗണ്ട് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അക്ഷരം ഉപയോഗിക്കുന്ന ആദ്യം ബി എന്ന അക്ഷരം ഉപയോഗിക്കുന്നത്. ലിസൺ ടു ദ ബേബി ചിക്സ്. ഉണ്ടോ? ബേബി ചിക്സ്, കോഴി കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് കരയുന്നത്? ചീപ്പ് 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 എന്നാണ്. അപ്പോൾ ചീ എന്നൊരൊച്ച ഉണ്ടാകണമെങ്കിൽ, അത് ചീ എന്ന സൗണ്ട് ഉണ്ടാകണമെങ്കിൽ CHEE എന്ന ചീന്ന്, CHEE, ചീപ്പ് 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 ചീപ്പ്. അതിൻ്റെ സൗണ്ടാണ് ചീപ്പ് ചീപ്പ് എന്ന്. ഉണ്ടോ? അടുത്തത് ലെറ്റ് us ലിസൺ ആൻഡ് ടോക്ക്. നമ്മൾക്ക് ഇതൊന്ന് കേൾക്കാം എന്നിട്ട് സംസാരിക്കാം കേട്ടോ. ഗോ ഫോർ എ മോർണിംഗ് വാക്ക്. രാവിലെ ഒന്ന് നടക്കാൻ പോവുക. ലിസൺ ടു ദ സൗണ്ട്സ് യു ഹിയർ. നിങ്ങൾ കേൾക്കുന്ന സൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ലൈക്ക് ദ റസ്ലിംഗ് ഓഫ് ദ ലീവ്സ്. ഇലയുടെ അനക്കം അല്ലേ? കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇല കടന്ന് അനങ്ങും, അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഇറ്റ്സ് കോൾഡ് ദലമർമ്മരം. ഇതിൻ്റെ പേരെന്താണ്? ദലമർമ്മരം. ഇല ഇളകുന്ന സൗണ്ടേ, ഇല ഇളകുന്ന ഒച്ച, അതിന് ദലമർമ്മരം എന്നാണ് പറയുന്നത്. വിൻഡ് ബ്ലോവിങ്, കാറ്റടിക്കുന്ന ഒച്ച അല്ലേ? വിൻഡ് ബ്ലോവിങ്, കാറ്റടിക്കുന്ന ഒച്ച. ദ ചെർപ്പിംഗ് ഓഫ് ദ ബേർഡ്സ്. പക്ഷികളുടെ കൂജനം, പക്ഷികളുടെ കരച്ചിൽ. ചെർപ്പിംഗ് ഓഫ് ദ ബേർഡ്സ്, പക്ഷികളുടെ കരച്ചിൽ. സൗണ്ട്സ് ഓഫ് ഫുട് സ്റ്റെപ്സ്, കാലൊച്ച. സൗണ്ട്സ് ഓഫ് ഫുട് സ്റ്റെപ്സ്, കാലൊച്ച. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇമാജിൻ ദാറ്റ് കൗ, ദ ഹോഴ്സ്, എ ഡക്ക് ആൻഡ് ചിക്കൻസ് ആർ മീറ്റിംഗ് ഫോർ എ മോർണിംഗ് മീൽ. അവരെല്ലാം രാവിലെ വന്ന് ഫുഡ് അടിക്കാമെന്ന് വെച്ചു, ആഹാരം കഴിക്കാൻ വന്നു. വാട്ട് വുഡ് ദേ സേ ടു വൺ അനദർ? ദേ സേ ഗുഡ് മോർണിംഗ് ടു വൺ അനദർ. അതാ ശരി കേട്ടോ. നമുക്കടുത്തത് നോക്കാം. സേ ലൗഡ്, ഉച്ചത്തിൽ പറയുക. ബെറ്റി ബോട്ട് എ ബിറ്റ് ഓഫ് ബട്ടർ, ബട്ട് ദ ബിറ്റ് ഓഫ് ബട്ടർ ദാറ്റ് ബെറ്റി ബോട്ട് വാസ് ബിറ്റർ. സോ ബെറ്റി ബോട്ട് സം ബെറ്റർ ബട്ടർ ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ. അത് നിങ്ങൾ പറയുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.